നമസ്കാരം. നാം ഏവരും ജൂൺ മാസത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജൂൺ മാസത്തിൽ നിരവധിയാർന്ന ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചൊവ്വയുടെയും ശനിയുടെയും ദോഷഫലങ്ങളാൽ ജൂൺ മാസത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നോക്കുമ്പോൾ ചൊവ്വ തൻ്റെ രാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതായ അവസരമാകുന്നു. കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി ഇവിടെ സംഭവിക്കുന്നതുമാകുന്നു. ചൊവ്വയിലെ ശനിയുടെ ഭാവം അതിൻ്റെ അശുഭകരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ചുറ്റിലും ഇത്തരത്തിൽ പല ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശനിയുടെയും ചൊവ്വയുടെയും അശുഭ ഫലങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ജൂൺ മാസത്തിൽ അത്ര ശുഭകരമായ ഫലങ്ങൾ നൽകണം എന്നില്ല. എന്നാൽ വന്നു ചേരാൻ പോകുന്ന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഫലങ്ങളിൽ ജൂൺ മാസത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചൊവ്വ തൻ്റെ രാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ സംഭവിക്കുന്ന ആ ദോഷകരമായ ഫലങ്ങൾ ആർക്കെല്ലാം ബാധിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കടകം രാശിയാകുന്നു. കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും ചൊവ്വയുടെയും അശുഭഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് മൂലം കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം അഥവാ ഈ ജൂൺ മാസം അല്പം ബുദ്ധിമുട്ടുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുക, അത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, മാനഹാനി എന്നിവ സംഭവിക്കുന്നതിന് കാരണമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ പരാജയങ്ങൾ നേരിടുവാനുള്ള സാധ്യതകളും അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ പ്രതീക്ഷിക്കാതെ തന്നെ പരാജയങ്ങൾ വന്നു ചേരാം. അത് നിങ്ങളെ പല രീതിയിലും ദോഷകരമായി ബാധിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ മനസ്സിൽ നിരാശ പകരുന്നതായ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലേക്ക് ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടും ഈ സമയം അത്ര അനുകൂലമല്ല എന്ന് പറയാം. പല വിധത്തിലുള്ള തർക്കങ്ങൾ, ഐക്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജൂൺ മാസത്തിൽ ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തന്നെ പറയാം. പല തരത്തിലുള്ള വഴക്കുകൾ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകാം. ഈ സമയം അനാവശ്യമായ തർക്കങ്ങൾ ഓഫീസിൽ പോലും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും ധനപരമായ അല്പം പ്രയാസങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു മാസമാണ് ജൂൺ മാസം എന്ന് നിസ്സംശയം പറയാം. പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ സമയം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെയും ശനിയുടെയും അശുഭഫലങ്ങൾ മൂലം പല രീതിയിലുള്ള തടസ്സങ്ങൾ, ദുരിതങ്ങൾ എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾ വിചാരിക്കുന്നതായ അത്രയും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല. ചില തടസ്സങ്ങൾ, ചില ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനനഷ്ടത്തിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ചതായ വിജയങ്ങൾ നേടുവാൻ സാധിക്കാതെ
വിഷമങ്ങൾ നേരിടേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹ സാഫല്യം അല്പം നീണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല തെറ്റിദ്ധാരണകൾ പുറത്തും പല കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. അനാവശ്യമായ ചെലവുകൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. പങ്കാളിയുടെ ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. ആശങ്കയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. ഈ സമയം നിങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധനപരമായ തടസ്സങ്ങൾ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്ക വന്നു ചേരും. അതിനാൽ തന്നെ ഒരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയും വന്നു ചേരാം. വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ, അത് പങ്കാളി, മറ്റ് വ്യക്തികൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട് തർക്കത്തിനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ തീർച്ചയായും പരമശിവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുന്നതും പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി മുന്നോട്ട് പോവുക. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിൽ ഇത്തരത്തിൽ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ പല കാര്യങ്ങളും പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയം എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പരാജയങ്ങൾ നേരിടേണ്ടതായി വരാം. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ അല്പം നീളുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല അനുകൂലമായ കാര്യങ്ങളും അല്പസമയത്തേക്ക് മാറ്റിവയ്ക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്ന സമയം കൂടിയാണ് ഇത്. അത് കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണ് എങ്കിൽ ഈ സമയം കയ്യിലേക്ക് പ്രതീക്ഷിക്കുന്നതായ രീതിയിലുള്ള ധനം വന്നു ചേരാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാകുന്നു. അത്തരത്തിലുള്ള ധനം വന്നു ചേരണം എന്നില്ല. എന്നാൽ അശ്രദ്ധയാലോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലോ ഈ സമയം ധനനഷ്ടം അഥവാ പണനഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യപരമായ കാര്യത്തിൽ ഈ മാസം നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് അനാവശ്യമായ പ്രശ്നങ്ങളാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. കൂടാതെ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പണം അനാവശ്യമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി ചെലവാകുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തർക്കങ്ങൾ അത് ദമ്പതികൾക്കിടയിലും അതല്ല വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർക്കിടയിലും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ക്ഷോഭം അഥവാ ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ സമയം കൂടിയാണ് ഇത്. അതല്ല എങ്കിൽ പല കാര്യങ്ങളും വഷളാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ ചെലവുകൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ അഥവാ ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാൻ
തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ധാരയും പിൻവിളക്കും അതേപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. വന്നു ചേരേണ്ട അപകടങ്ങളെ ഒഴിവാക്കുവാൻ ഇതിലൂടെ സാധിക്കും.